എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ സിപിഐ പ്രാദേശിക നേതൃത്വത്തിന് അതൃപ്തി. കടുത്ത കുടിവെള്ളക്ഷാമം അടക്കം നേരിടുന്ന മേഖലയിൽ പദ്ധതി വന്നാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുമെന്ന് വിലയിരുത്തൽ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പദ്ധതികൾക്കൊപ്പം നിൽക്കില്ലെന്ന് സിപിഐ എലപ്പുള്ളി ലോക്കൽ സെക്രട്ടറി ചെന്താമരാക്ഷൻ. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല വരുന്നതിൽ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. ഇപ്പോൾ സിപിഐയുടെ എലപ്പുള്ളി ലോക്കൽ സെക്രട്ടറി ചെന്താമരാക്ഷൻ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ്. അപ്പോൾ സിപിഐയുടെ ഒരു നിലപാട് എന്താണ്? ജനങ്ങളുടെ ആശങ്ക തീർത്തു കൊടുക്കണം. അതിനുവേണ്ടി സർക്കാരും ഉദ്യോഗസ്ഥരും അതിന് തയ്യാറാവണം തന്നെയാണ് സിപിഐയുടെയും ആവശ്യം, നിലപാടും. പിന്നെ അവിടെയുള്ള ജലചൂഷണത്തെ പറ്റിയാണ് ജനങ്ങൾക്ക് കൂടുതൽ ആശങ്ക വരുന്നത്. ജലചൂഷണത്തിന് ഒരിക്കലും സിപിഐ കൂട്ടു നിൽക്കില്ല. ജലചൂഷണം ഉണ്ടെങ്കിൽ അതിനെ ശക്തമായി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. അതിനുവേണ്ടി തന്നെ സമരപരിപാടിയാണെങ്കിൽ അങ്ങനെ. ജലചൂഷണം ഒട്ടും സമ്മതിക്കില്ല ഈ നാട്ടിൽ. ഈ എലപ്പുള്ളി ഉൾപ്പെടെയുള്ള മേഖലകൾ ഗ്രൗണ്ട് വാട്ടർ അപകടകരമായ രീതിയിലാണെന്നാണല്ലോ നേരത്തെ തന്നെ റിപ്പോർട്ടുള്ളത്. ഉറപ്പായിട്ടും അത് അപകടകരമായ രീതിയിൽ തന്നെയാണ്. കുറെ കാലങ്ങളായിട്ട് ഒരുപാട് ബോർവെൽ ഉള്ളതുകൊണ്ടും ഈ പരിസരം തന്നെ ഇപ്പോൾ പറയുന്ന സ്പോട്ട് തന്നെ വളരെ ജലമില്ലാത്തൊരു സ്ഥലം തന്നെയാണ് അവിടെ. അതുകൂടാതെ ഇപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം എടുക്കുന്നു പറയുന്നുണ്ട്. അങ്ങ് ഉൾപ്പെടെ കൃഷിയുള്ള ആൾക്കാരാണ്. മലമ്പുഴ ഡാമിൽ നിന്ന് കർഷകർക്ക് തന്നെ വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതുകൂടാതെ തന്നെ വ്യാവസായിക ആവശ്യത്തിന് കൊടുക്കരുത്, അതായത് കൃഷിക്കും കുടിക്കാനും കൊടുത്തിട്ട് അതിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നേരത്തെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ടുണ്ട്. അതുകൂടാണ്ട് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കുകയാണെങ്കിൽ അതിനെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ കിസാൻ സഭ, അതായത് സിപിഐയുടെ തന്നെ ഒരു പോഷക സംഘടനയാണ് കിസാൻ സഭ. കിസാൻ സഭയുടെ അഭിപ്രായവും കുടിവെള്ളത്തിന് കൊടുക്കാം. അതുപോലെ തന്നെ കൃഷി ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ വ്യവസായ ആവശ്യങ്ങൾക്ക് കൊടുക്കാവൂ എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നതും. ഈ മദ്യ കമ്പനിക്ക് ഈ ഡാമിൽ നിന്ന് കൊടുക്കാനുള്ള നീക്കമാണെങ്കിൽ അതിനെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിന് ഞങ്ങൾ ശക്തമായിട്ട് അതിന് വേണ്ട നടപടികൾക്ക് വേണ്ടി മുന്നോട്ട് പോകും. അത് നേരത്തെ തന്നെ ഞങ്ങൾ അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തന്നെ വെള്ളം കൊടുക്കണം പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. വീണ്ടും അതുപോലെ തന്നെ പ്രതികരണം ഉണ്ടാവും. ഞങ്ങൾ അതിനെതിരെ തന്നെ, അതായത് കൃഷിയും കുടിവെള്ളവും കഴിഞ്ഞിട്ട് ബാക്കിയെ ഇൻഡസ്ട്രീസ് ഇതിലേക്ക് കൊടുക്കാവൂ എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് എന്തെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട പാർട്ടി ശക്തമായൊരു അതൊക്കെ ശക്തമായി പാർട്ടി സിപിഐയുടെ ഉയർന്ന ഘടകം അതായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതനുസരിച്ച് ഞങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കും. ഇവിടുന്ന് നിങ്ങൾ പ്രാദേശികമായിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തെ ജില്ലാ നേതൃത്വത്തെയൊക്കെ നിങ്ങളുടെ ഒരു ഇവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ളതൊക്കെ കൃത്യം എന്താണെന്ന് ഞങ്ങൾ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ നേതൃത്വം ഉടൻ തന്നെ അതിനുള്ള റിപ്പോർട്ട് തരാമെന്ന് ഇന്നലെയും ഞങ്ങൾ സംസാരിച്ചു. അതനുസരിച്ച് ജില്ലാ നേതൃത്വം അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ അതനുസരിച്ച് സംസാരിക്കും. അതനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. അതുതന്നെയാണ് സിപിഐയുടെ ജില്ലാ നേതൃത്വത്തെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ഈ ജലചൂഷണമാണെങ്കിൽ അനുവദിക്കാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലൊരു കമ്പനി വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ധാരാളം വെള്ളം ആവശ്യം വരും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിൻ്റെ എന്താണ് സാഹചര്യം എന്നുൾപ്പെടെ സിപിഐയുടെ പ്രാദേശിക നേതൃത്വം ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.